പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ അകാൽ ഔർ ഉസ്കെ ബാത് എന്ന് പറഞ്ഞ കവിതയാണ് എടുക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങല്ലേ. ഈ കവിത എഴുതിയതാരാണ്? നാഗാർജുൻ. കൈ ദിനോം തക്ക് ചുല്ലാ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. എന്താ ഇതിൽ പറയുന്നത്? കൈ ദിനോം തക്ക് ചുല്ലാ രോയോ ചക്കി രഹി ഉദാസ്. ചുല്ല പറഞ്ഞാൽ എന്താ? അടുപ്പ്. വളരെ നാളുകളോളം അടുപ്പ് എന്താ ചെയ്തത്? രോയ, അടുപ്പ് കരഞ്ഞു. ചക്കി രഹി ഉദാസ്, ആട്ടുകൽ എന്താണ്? സങ്കടപ്പെട്ടു. കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, വളരെ നാളുകളോളം. ദിനം എന്ന് പറഞ്ഞാൽ എന്താ? ദിവസങ്ങൾ അല്ലെങ്കിൽ നാളുകൾ. വളരെ നാളുകളോളം കാനി കുത്തിയ സോയി ഉൻകെ പാസ്, ഒറ്റ കണ്ണുള്ള പെണ്ണായ എന്താണ്? അവയ്ക്ക് അരികിൽ ഉറങ്ങിയെന്ന്. ഉൻകെ പാസ്. കൈ ദിനോം തക്ക് ലഗി ബീത്ത് പർ ചിപ്കലിയോം കി ഗസ്ത്, വളരെ നാളുകളോളം. ബീത്ത്, ബീത്ത് പറഞ്ഞാൽ എന്താ? ഭിത്തിയിലൂടെ അല്ലെങ്കിൽ ചുമരിലൂടെ. പർ ചിപ്കലിയോം കി ഗസ്ത്, ചിപ്കലിയോം പറഞ്ഞാൽ പല്ലികളൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. കൈ ദിനോം തക്ക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശിക്കസ്ത്, വളരെ നാളുകളോളം എന്താണ്? ചൂഹി കി ബി ഹാലത്ത് രഹി ശികസ്ത്, എലികളുടെ അവസ്ഥ എന്തായിരുന്നു? എലികളുടെ അവസ്ഥ എന്താണ്? ദയനീയമായിരുന്നു. ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാത്, ചൂവാം ഉഡാ ആംഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാത്, ചമക് ഉഡി ഘർ ഭർ की आंगे कई दिनों के बाद, कौवे ने गुजलाई पांगे कई दिनों के बाद. ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാത് പറഞ്ഞാൽ എന്താ? വളരെ നാളുകൾക്ക് ശേഷം എന്താണ്? വീട്ടിനുള്ളിൽ എന്താ വന്നത്? ഘർ കെ അന്തർ, വീടിൻ്റെ ഉള്ളിൽ എന്താ വന്ന്? ധാന്യങ്ങൾ വന്നു. ധാന്യങ്ങൾ വന്നു. ചുവാം ഉഡാ ആംഗൻ സേ ഊപ്പർ കൈ ദിനോം കെ ബാത്. പിന്നെയോ ഗുവാം ഉഡാ, ഗുവാം പറഞ്ഞാൽ പുക. അപ്പം ധാന്യങ്ങൾ വന്നപ്പോൾ എന്താണ്? വളരെ നാളുകൾക്ക് ശേഷം മുറ്റത്തിന് മുകളിലേക്ക് എന്താ വന്നത്? ആങ്കൻ എന്ന് പറഞ്ഞാൽ എന്താ? മുറ്റം. മുറ്റത്തിൻ്റെ മുകളിലേക്ക് പുക ഉയർന്നു. ദിനോം കെ ബാത് ചമക് ഉഡി ഘർ ഭർ की ആങ്കെ കൈ ദിനോം കെ ബാത്, വളരെ നാളുകൾക്ക് ശേഷം എന്താണ്? വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ എന്തായി? ആങ്കെ, മങ്കെ പറഞ്ഞ കണ്ണുകൾ തിളങ്ങി. കവ്വേ നെ ഗുജ്ലായി പാങ്കെ കൈ ദിനോം കെ ബാത്, വളരെ നാളുകൾക്ക് ശേഷം കാക്കകളൊക്കെ എന്താണ്? ചിറകുകളൊക്കെ ചൊറിഞ്ഞു. അപ്പൊ ഇതൊന്നും എന്താ മീൻ ചെയ്യുന്നത്? ഈ അകാൽ ഔർ ഉസ്കെ ബാത്ത് അത് പറഞ്ഞാല് ക്ഷാമത്തിന്റെ അവസ്ഥയാണ്. ആദ്യം എന്താണ്? അതിന്റെ ആശയം ചോദിക്കുകയാണെങ്കിൽ എന്താ ആൻസർ പറയാ? കവിതാക്ക ആശയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ആൻസർ എഴുതണ്ടേ? कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ഈ കവിതയുടെ ആശയം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആൻസർ എഴുതുക? അകാൽ, അകാൽ ദ, അകാൽ പറഞ്ഞാൽ എന്താ? ക്ഷാമം. അകാൽ ദ ഘർ കി സ്ഥിതി ബൂരി ദി, ക്ഷാമാവസ്ഥയിൽ വീട്ടിലെ സ്ഥിതി എന്തായിരുന്നു? വളരെ മോശമായിരുന്നു. ഘർ മേ ചുല്ല നഹി ജല, വീട്ടിലെന്താണ്? അടുപ്പൊന്നും കത്തിയില്ല. ഘർ മേ അന്ന ന ഹോനെ കെ കാരൺ ചക്കി കി ആവാസ് നഹി ആയി, ദാനമില്ലാത്തത് കാരണം എന്താ? ആട്ടുകല്ലിന്റെ ശബ്ദമൊന്നും കേട്ടില്ല. പിന്നെയോ കാനി കുത്തിയ ചുല്ല ഓർ ചക്കി കെ പാസ് ഹി സോയി, ഒറ്റ കണ്ണുള്ള എന്താ ഉണ്ടായിരുന്നേ? പെൺപട്ടി. അത് അടുപ്പിനും അരക്കല്ലിനും അടുത്ത കിടന്നാണ് ഉറങ്ങിയിരുന്നത്.
पिन्यो छिपकलियों को भी गाना नसीब नहीं हुआ, वे दीवार पर गश्त करने लगी. भूख के कारण चूहों की സ്ഥിതി भी बुरी थी. പല്ലികൾക്ക് ആഹാരമൊന്നും കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. അവയെല്ലാം എന്താ ചെയ്തത്? പല്ലികളൊക്കെ ഭിത്തിയിൽ ഇങ്ങനെ ഉലാത്തി നടക്കാൻ തുടങ്ങിയെന്ന്. ഭിത്തിയിൽ ചിക്കലിയും കി ഗസ്ത്, അതാണ് ചുറ്റി കറങ്ങാൻ തുടങ്ങിയെന്ന് പല്ലികളൊക്കെ. പിന്നെയോ വിശപ്പ് കാരണം എന്താ എലികളുടെ അവസ്ഥ എന്തായിരുന്നു? മോശമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആശയം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതണം കേട്ടോ. दाने आए घर के अंदर कई दिनों के बाद, चूहा उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंगे कई दिनों के बाद, कौवे ने गुजलाई पांगे कई दिनों के बाद. ഈ വരികളുടെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോं के बाद, ഈ കവിതയുടെ ആശയം എന്ന് ചോദിച്ചാൽ कवितांश में अकाल के बाद की स्थिति का वर्णन है. ഈ 4 ലൈൻ എന്താണ് പറഞ്ഞത്? ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്, ക്ഷാമത്തിൻ്റെ ഒക്കെ. ഈ ക്ഷാമത്തിന് ശേഷം വന്ന അവസ്ഥയാണ് ഈ 4 ലൈനിലും കൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ദാനെ ആയ घर के अंदर कई दिनों के बाद, चूहा उड़ा आंगन से ऊपर कई दिनों के बाद. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിനുള്ളിൽ എന്താ ധാന്യം വന്നില്ലേ? അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എന്താണ്? ആങ്കൻ, മുറ്റത്തിൻ്റെ മുകളിൽ എന്താണ് ഉയർന്ന്? ജുവാം, പുക ഉയർന്നു. ധാന്യം വന്നത് കൊണ്ടല്ലേ അടുക്കളയിൽ നിന്ന് എന്ത് പുക ഉയരുള്ളൂ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം മുറ്റത്തിന് മുകളിലായിട്ട് പുകയൊക്കെ ഉയർന്നു. പിന്നെയോ घर के अंदर दाने आए कई दिनों के बाद आंगन से ऊपर चूहा उड़ा, कई दिनों के बाद घर भर की आंगें चमक उड़ी. കുറേ നാളുകൾക്ക് ശേഷം എന്താണ്? വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുകളെല്ലാം എന്തായി? ആംഗേം കൈ ദിനോं के बाद ഉടി, അത് കണ്ണുകളെല്ലാം തിളങ്ങി. कोई ने गुजलाई पांगे कई दिनों के बाद. പിന്നെയോ കൗവേനെ ഗുജ്ലായി, എന്താണ്? കുറേ നാളുകൾക്ക് ശേഷം കാക്കയൊക്കെ എന്താണ്? കാക്കേൻ്റെ ചിറകുകളൊക്കെ ചെറിയാൻ തുടങ്ങി. അതാണ് ഈ മീനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് കവിതക്ക് ആശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിൻ്റെ ആശയമാണ് എഴുതേണ്ടത്. അതിൻ്റെ നോട്ട് പിന്നെ ഇതിലിടാം കേട്ടോ.